നമസ്കാരം. എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം. ഇന്ന് മൂലനക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവവും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുമാണ് ഇതിൽ പറയുന്നത്. മൂലനക്ഷത്രക്കാർ പൊതുവെ ശാന്തശീലമുള്ളവരായിട്ടാണ് കാണപ്പെടുന്നത്. എല്ലാവരോടും സൗമ്യമായിട്ടാണ് ഇവർ പെരുമാറുക. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളാണ് മൂലനക്ഷത്രക്കാർക്ക് ഉണ്ടാവുക. ശാശ്വതമായ ആരോഗ്യം കൊണ്ട് അനുഗ്രഹീതരാണ് ഇവർ. ആരോഗ്യം കൊണ്ടും കുലീനത കൊണ്ടും ആകർഷണീയമായ മുഖഭാവമായിരിക്കും ഇവർക്കുണ്ടാവുക. എന്നാൽ ആരോഗ്യകാര്യത്തിൽ വലിയ ശ്രദ്ധ പുലർത്താറില്ല. വരവ് നോക്കാതെ ചെലവ് ചെയ്യുന്നവരാണ് ഈ നക്ഷത്രക്കാർ. ആത്മാർത്ഥതയും ധർമ്മബോധവും മനസ്സാക്ഷിയും ഇവർക്ക് വേണ്ടുവോളം ഉണ്ടാകും. സ്വന്തം കാര്യത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ഇവർ ചിന്തിക്കാറില്ല. എല്ലാം നടക്കും, ദൈവം നടത്തിക്കൊള്ളും എന്ന വിശ്വാസമാണ് ഇവർക്കുള്ളത്. സാമ്പത്തിക പുരോഗതി കുറവായിട്ടാണ് കാണപ്പെടുന്നത്. ജനസേവനപരമായ പൊതുകാര്യങ്ങളിൽ ഇവർ ശോഭിക്കാറുണ്ട്. നല്ല അറിവും സാമർഥ്യവും ഉള്ളവരാണ് ഇവർ. ഇത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഈ നക്ഷത്രക്കാർ ഈശ്വരഭക്തരും സത്യധർമാദികളെ കൈവിടിയാത്തവരുമാണ്. സഞ്ചാരത്തിൽ നല്ല താല്പര്യമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. പിതാവിനെ കൊണ്ട് കാര്യമായ പ്രയോജനമൊന്നും ഇവർക്കുണ്ടാകാറില്ല. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ സ്വന്തം ദേശമോ ഗ്രഹമോ വിട്ട് താമസിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. വിദേശവാസം കൊണ്ട് ഇവർക്ക് പുരോഗതി കാണപ്പെടുന്നുണ്ട്. ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കും. ഗ്രഹഭരണത്തിൽ സമർത്ഥകളും സ്നേഹവതികളായ സ്ത്രീകളായാണ് ഇവർക്ക് ഭാര്യമാരായി കിട്ടാറുള്ളത്. പ്രവർത്തന രംഗങ്ങളിൽ ഇവർ നന്നായി ശോഭിക്കും. ഇനി ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് നോക്കാം. മൂലനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഭൂരിപക്ഷം സ്ത്രീകളും അത്ര തന്നെ സൗഭാഗ്യവതികളല്ല. ദുഃഖിതകളായിട്ടാണ് ഇവരെ കാണപ്പെടുന്നത്. ദാമ്പത്യ ജീവിതം കൈപ്പേറിയതായിട്ടാണ് കാണുന്നത്. ഇവർ ശുദ്ധ ഹൃദയമുള്ളവരാണ്. നിർബന്ധശീലം ഈ നക്ഷത്രക്കാരിൽ കൂടുതലായിരിക്കും. നിസാര കാര്യങ്ങൾക്ക് പിടിവാശി കാണിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ സ്ത്രീകൾ. പെട്ടെന്ന് ശോഭിച്ചു വരും. ഇവരിൽ അധികം പേർക്കും വിവാഹത്തിന് പ്രതിബന്ധമോ കാലതാമസമോ കാണാറുണ്ട്. ഈ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ കേതുവാണ്. ഇനി ഏതെല്ലാം പ്രതികൂല നക്ഷത്രങ്ങൾ എന്ന് നോക്കാം. ഉത്രാടം, അവിട്ടം, പൂരുരുട്ടാതി, പുണർദം, പൂയം, ആയില്യം എന്നിവയാണ് മൂലനക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ. ഇനി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നോക്കാം. മൂലം, അശ്വതി, മകം നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം, പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ എല്ലാറ്റിനും അനുകൂലമാണ്. പതിവായി ഗണപതിയെ ഭജിക്കുന്നതും ഗണപതി ഹോമം നടത്തുന്നതും ശുഭകരമായി കാണുന്നു. കേതുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും വളരെ ഫലപ്രദമായി കാണപ്പെടുന്നുണ്ട്. മൂലവും വ്യാഴാഴ്ചയും ചേരുന്ന ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം വളരെ ഉചിതമായി കാണുന്നു. ചുവപ്പ്, മഞ്ഞ എന്നീ നിറങ്ങൾ അനുകൂലമായി കാണുന്നു. രാശ്യാധിപൻ വ്യാഴമാണ്. നക്ഷത്ര ദേവത നിര്യതിയാണ്. മൃഗം ശ്യാവ്, വൃക്ഷം പൈന, അസുരഗണ, പുരുഷയോനി, പക്ഷി, കോഴി, ഭൂതം, വായു. രാശ്യാധിപൻ വ്യാഴമായതുകൊണ്ട് ഒരു വ്യാഴത്തിൻ്റെ മന്ത്രം ജപിക്കാവുന്നതാണ്. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി. അടുത്ത ദിവസം പൂരാട നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം. ശുഭം.